ഒരു നാടിന്റെ കുടിവെള്ള സ്രോതസ് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് കോഴിക്കോട് താമരശ്ശേരിയിലെ അമ്പലമുക്ക് നിവാസികൾ. നീർത്തടങ്ങൾ നികത്താനുള്ള ഭൂമാഫിയയുടെ ശ്രമത്തിനെതിരായാണ് നാട്ടുകാർ സംഘടിച്ചത്. ഇവരുടെ ചെറുത്തുനിൽപ്പിനെക്കുറിച്ച് നജാത്തുള്ള പറയുന്നു. വയലും വെള്ളവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാമം ഒത്തൊരുമിച്ച് നടത്തുന്ന സമരത്തിൻ്റെ കഥയാണ് താമരശ്ശേരി അമ്പലമുക്ക് നിവാസികൾക്ക് പറയാനുള്ളത്. 150 ദിവസം പിന്നിടുന്ന നാട്ടുസമരം പരിസ്ഥിതി ജാഗ്രതയുടെ മികച്ച മാതൃകയാവുന്നു. താമരശ്ശേരി ഓമശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ് അമ്പലമുക്ക് ഗ്രാമം. അമ്പലമുക്ക് മുതൽ വെഴുപ്പൂർ വരെ നീണ്ടുകിടക്കുന്ന 2 കുന്നുകൾക്കിടയിൽ 60 ഏക്കർ. ജലസമൃദ്ധവും ഫലഭൂയിഷ്ടവുമാണ് ഇവിടം. 60 ഏക്കർ ഒരു വ്യക്തിയുടേതല്ല, ഒരുപാട് പേരുടെ ജീവനെ നിലനിർത്തുന്ന പ്രദേശമാണിത്. മരിച്ചിട്ടില്ല ഇവിടെ ഗ്രാമീണ ഭംഗി. രണ്ടടി താഴ്ചയിൽ പോലും സുലഭമായ തെളിവെള്ളം, ചെറുതോടുകൾ, അതിനടുത്തെ പുൽപ്പച്ചപ്പിൽ മേയുന്ന പശുക്കൾ, പുല്ലുകൾക്കിടയിൽ വിടർന്നു നിൽക്കുന്ന പൂക്കൾ, ചുറ്റും സാധാരണക്കാരുടെ 30ഓളം കുടുംബങ്ങൾ. പണ്ട് 2 തവണ ഇവിടെ നെൽകൃഷി നടന്നിരുന്നു. ലാഭകരമല്ലാതായതോടെ ഇതര കൃഷികളിലേക്ക് ആളുകൾ തിരിഞ്ഞു. അപ്പോഴും ഇവർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു: പുറത്തുനിന്ന് ഒരു പിടി മണ്ണുപോലും ഈ പാടശേഖരത്തിൽ വീഴരുത്. ഇതിന്റെ ജലസമൃദ്ധി ഇതുപോലെ നിലനിൽക്കണം. വരും കാലങ്ങളിൽ വെള്ളം കുടിക്കാൻ നെട്ടോട്ടം ഓടേണ്ട ഒരു അവസ്ഥയാണ് ജനങ്ങൾക്ക് ഇന്ന് നേരിടേണ്ടി വരുന്നത്. ഇവിടങ്ങളിൽ ഇന്ന് വരെ വെള്ളം പറ്റാത്തൊരു സ്ഥലമായിരുന്നു. ഈ കാലാവസ്ഥ മൂലം ഇവിടെയും വെള്ളം വറ്റി കിണറുകൾ ഇന്നും താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ മണ്ണിട്ട് നകന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒരു വർഷത്തിനോ 2 വർഷത്തിനോ ചിലപ്പം ഒന്നും സംഭവിച്ചില്ല എന്ന് ഇരിക്കുക. 2, 3, 4, 5 വർഷം കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ എവിടെയും കിട്ടാത്ത ഒരവസ്ഥ വരും. ഇപ്പോഴും 2, 3 മഴ പെയ്താൽ ഇവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു അവസ്ഥ ഇല്ലാതാവുന്ന സിറ്റുവേഷനിലേക്കാണ് ഇപ്പോഴത്തെ സ്ഥിതിയുടെ പോക്ക്. അതിന് എന്ത് വില കൊടുത്ത് ഇവിടുത്തെ ജനങ്ങൾ തടയും. തൊട്ടടുത്ത പ്രദേശങ്ങൾ കൊടും വരൾച്ചയിൽ കരിയുമ്പോഴും ഈ പ്രദേശത്തുള്ളവർ ആശ്വാസത്തിലാണ്. വയലിലേക്കിറങ്ങി തൂമ്പ കൊണ്ട് മണ്ണിലൊന്ന് കിളച്ചാൽ സമൃദ്ധമായ വെള്ളം. ആർക്കും കൃഷിക്ക് സ്ഥലം നൽകാൻ ഇവർ തയ്യാറുമാണ്. വെഴുപ്പൂര് മുതൽ അമ്പലമുക്ക് വരെ നീണ്ടുകിടക്കുന്ന 2 കുന്നുകൾക്കിടയിലാണ് വിശാലമായ ഈ കൃഷിസ്ഥലം. ഇവിടെ ഏതു സന്നദ്ധ പ്രവർത്തകനും ഏത് കൃഷി ചെയ്യുവാനും സ്ഥലം നൽകുവാൻ തയ്യാറാണ് ഈ സ്ഥലമുടമകൾ. നന്മയുടെ ഈ ലോകം കീഴ്മേൽ മറയുന്നത് 2 വർഷത്തിനിപ്പുറമാണ്. 60 ഏക്കറിൽ 2 ഏക്കർ ഭൂമാഫിയ വാങ്ങിയതോടെയാണിത്. നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമിടാൻ 2012 ഡിസംബർ 3 സാധന സാമഗ്രികളുമായി എത്തിയപ്പോൾ എതിർപ്പുമായി നാട്ടുകാർ രംഗത്തെത്തി. വയൽ നീർത്തട സംരക്ഷണ സമിതിക്ക് രൂപം നൽകി. കൃഷിമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്തിനും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകി. തീർന്നില്ല, ജനകീയാസൂത്രണ മാതൃകയിൽ സമിതി വികസിപ്പിച്ചു. ഇതിനായി അയൽക്കൂട്ടങ്ങളും ക്ലസ്റ്ററുകളും രൂപീകരിച്ചു. നിർമ്മാണ പ്രവർത്തനത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും വകവയ്ക്കാതെ വീണ്ടും നിർമ്മാണ പ്രവർത്തനത്തിന് മാഫിയ എത്തി. സമരത്തിന്റെ വഴികൾ പറയുകയാണ് VP അഹമ്മദ് കുട്ടി. താമരശ്ശേരി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തൊട്ട് RDO മുതൽ ADM വരെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ഉദ്യോഗസ്ഥ മേധാവിത്വങ്ങൾ മുഴുവനും ഈ വയൽ തൂർക്കുന്ന ഈ കേസുമായിട്ട് ചെല്ലുമ്പോൾ അവർ കൊട്ടേഷൻ ഈ റിയൽ എസ്റ്റേറ്റുകാരുടെ കൂടെ നിന്ന് അവരാണ് ഇതിൻ്റെ ഉടമസ്ഥർ എന്ന ഒരു സമീപനത്തിലുള്ള പ്രവർത്തനം ഒരു പൊതു താല്പര്യ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും മോശമായ ഒരു പെരുമാറ്റവും സഹിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ പോകുന്നത്. ഭൂമാഫിയക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ കള്ളക്കേസുകളായും മർദ്ദനങ്ങളായും പ്രതികരണങ്ങളും എത്തിത്തുടങ്ങി. സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും കള്ളക്കേസുകളിൽ കുടുക്കി സമരരംഗത്തു നിന്നും പിന്തിരിപ്പിക്കാൻ മാഫിയ ശ്രമിച്ചു. എന്തു വില കൊടുത്തും മണ്ണിട്ട് നികത്താൻ സമ്മതിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കാൻ നാട്ടുകാരും തീരുമാനിച്ചു. സമരക്കാരെ ശാരീരികമായി തന്നെ നേരിടാനാണ് ഭൂമാഫിയ ശ്രമിച്ചത്. വയലുകൾ വെറും സ്ഥലമോ തണ്ണീർത്തടങ്ങൾ വെറും വെള്ളമോ അല്ലെന്ന് ഈ നാട്ടുകാർക്കറിയാം.
അതുകൊണ്ട് ഭൂമാഫിയയുടെ കള്ളക്കേസുകളിലോ മർദ്ദനങ്ങളിലോ തളരാനും ഇവർ സന്നദ്ധമല്ല. ഭീഷണികൾക്കിടെ ഒരു വയലിനെയും അനുബന്ധ പരിസ്ഥിതി മേഖലയെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഈ നീർത്തടം ഇനി ഇവരുടെ കൈകളിൽ സുരക്ഷിതം.